ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ സൂപ്പർ ബമ്പർ. தமிழ் படங்களுக்கு மறுக்கு வச்சுக்கிட்டு மீசை முறுக்கிக்கிட்டு லுங்கி கட்டிக்கிட்டு நம்பியாரு ஹே கபாலி அப்படின்னு சொன்ன உடனே குடிஞ்சு சொல்லுங்க ஜமா அப்படி வந்து நிப்பானே அந்த மாதிரி கபாலி நினைச்சேடா கபாலிடா പോട്ടെ അത് പോയി ഓടിപ്പോരെ അതെടുത്തു ആ പോട്ടെ മുന്നോട്ട് പോട്ടെ നന്നായിട്ട് കഴിച്ചേ അത് പോയി ആ പറഞ്ഞ് 10 തവണ പറഞ്ഞ് ഞമ്മളല്ല നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് കളിക്കുക. നിങ്ങൾ ആദ്യത്തെ 2 സിമ്പിൾ ആയിട്ട് എത്തിച്ചാണല്ലോ. സമയം ഞാൻ പറയും, പക്ഷെ അത് നിങ്ങൾ ടെൻഷൻ ആക്കാൻ വേണ്ടിയിട്ടല്ല. റെഡി? ആ അത് തന്നെ പോർട്ടെ റെഡി? ഹായ് പോർട്ടെ ആ 3 എണ്ണം. അയ്യോ അത് പുറത്തേക്ക് പോയോ? നമ്മളിപ്പോൾ സി കേരളം സൂപ്പർ ബമ്പർ ഇന്ന് വന്നിരിക്കുന്നത് അയലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. നെന്മാറയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്. അടിപൊളി ഒരു മല കണ്ടു, പാടം കണ്ടു, തെങ്ങ് കണ്ടു. അതുമാത്രമല്ല, ഇവിടുത്തെ പാലക്കാടൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മെയിൻ കാഴ്ച എന്ന് പറയുന്നത് ഒരു നല്ല ആലുണ്ടാവും. അതിൻ്റെ തലത്ത് ഇതുപോലെ തറ കെട്ടിയിട്ടുണ്ടാവും. പല സ്ഥലങ്ങളും ആൽത്തറ എന്ന് പറയുന്ന സ്ഥലങ്ങൾ വരെയുണ്ട്. പല സ്ഥലങ്ങളും അതൊരു പ്രയോഗമായിട്ടുണ്ട്. പിന്നെ കണ്ട നാഗക്കാവ് പോലെയുള്ള സെറ്റപ്പ്, ഇത് ഒരു ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളതല്ല, പാലക്കാടൻ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തായാലും അയലൂരുകാർ 2 പേരും ഇവിടെ ഇരിപ്പുണ്ട്. ആൽത്തറയിൽ കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ടിരിക്കുക. നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം, എന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കാം. നമസ്കാരം, സി കേരളം സൂപ്പർ ബമ്പർ എന്നാണ്. നമസ്കാരം. എന്താ പേര്? ബിജു. മണിയേട്ടൻ. എത്ര കാലമായിട്ട് ഇത് ഇവിടെ തന്നെ ജനിച്ചു വളർന്ന്? 75 വയസ്സായി സത്യത്തില്. ഓക്കെ, ഈ കാണുന്ന മല ഏതായിരുന്നു ഇവിടെ? അയിലമുടി മല. ഓക്കെ, ഇവിടെ പ്രധാനപ്പെട്ട ഈ അവിടെ ഒരു അമ്പലം കണ്ടോ? അതെന്താ സംഭവം? ഭഗവതി ക്ഷേത്രമാണ്. ഇവിടെ അത് വിഷു കഴിഞ്ഞ പിറ്റേ ദിവസം ഏപ്രിൽ 15-ാം തീയതി ഇവിടെ ഒരു വലിയ ഗംഭീര ഒരു പൂരം നടക്കുന്നുണ്ട്. അയിലൂർ വേല അമ്പലമാണ് കാണുന്നത്. ഓക്കെ, അഞ്ചാന ഉണ്ടാവും. പിന്നെ നല്ല വെടിക്കെട്ട് അടിപൊളിയായിട്ടിരിക്കും. ഇത് നിങ്ങളുടെ ഒരു സ്ഥിരം കേന്ദ്രമാണോ ഈ ആൽത്തറയൊക്കെ? വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വെറുതെ വന്നിരിക്കും, എല്ലാവരും കൂടെ കൂടി ഉച്ച വർത്തമാനം പറയും. നാട്ടിലെ രാഷ്ട്രീയങ്ങൾ, കേരളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ എല്ലാം ചർച്ച ചെയ്തൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ UP സ്കൂളിലേക്കാണ് പോകുന്നത്. അയലൂർ UP സ്കൂളിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ നേരെ കൊണ്ട് പോയാൽ മതിയോ? ഇവിടുന്ന് റൈറ്റിൽ അയലൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ പാലം കടന്നു കഴിഞ്ഞാൽ IHRD സ്കൂളിൽ നിങ്ങൾ പോകണം ആണല്ലേ. ഇവിടെ അഗ്രഹാരം പോലെ എന്തൊരു ഉണ്ട്. ഇവിടെ പഴയ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ആൾക്കാർ വളരെ കുറവാണ്. ബ്രാഹ്മൺസ് വലിയ പണക്കാരൊക്കെ പോയി സ്ഥലം വിട്ട് പോയി. പാവപ്പെട്ടവർ കുറെ ആൾക്കാരുണ്ട്. വീടുകൾ പക്ഷെ അങ്ങനെ തന്നെ ഉണ്ട്. വീടുകൾ അങ്ങനെ തന്നെ ഉണ്ട്. വർഷത്തിലൊരിക്കൽ തേര് നടക്കും, തിരുവാതിര തേര്, കൽപ്പാത്തി പോലെ തേരൊക്കെ ഉണ്ടായി, അതിനെല്ലാവരും ഉണ്ടാവും. ആണല്ലേ. ഓക്കെ, അയലൂരിലും ഒരു ഗ്രാമമുണ്ട്, അഗ്രഹാരമുണ്ട്, കൽപ്പാത്തി അഗ്രഹാരം എന്ന് പറയുന്ന പോലെ. അതിലൊരു ചെറിയ ടൈപ്പ് മാത്രം ആണല്ലേ. ചെറുത്. ചെറിയ തേര്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അത് കാണണ്ടേ. ഇവിടെ നിന്ന് നേരെ ആദ്യം നമ്മൾ അഗ്രഹാരത്തിൽ പോകുന്നു, എന്നിട്ട് നമ്മുടെ ഗെയിം നടക്കുന്നിടത്തേക്ക് പോകുന്നു. അപ്പോൾ വളരെ സന്തോഷം, കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞ അയലൂർ ഗ്രാമം. ഇവിടെ നിന്ന് അങ്ങോട്ട് അഗ്രഹാരമാണ്. കൽപ്പാത്തിയിലൊക്കെ ഉള്ള പോലെ ഇവിടുത്തെ ഒരു അഗ്രഹാരമാണ്. നമുക്ക് അഗ്രഹാരത്തിലേക്ക് പോകാം, വാ. അയലൂർ അഗ്രഹാരത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിവിടെ ഇങ്ങനെ കുറച്ച് ഏരിയ ഉണ്ട്. ശിവക്ഷേത്രം ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ ശിവക്ഷേത്രത്തിനോട് ചുറ്റി അങ്ങനെ അഗ്രഹാരമാണെന്നാണ് പറഞ്ഞത്. ഒരുപാട് ആ പഴയ വീടുകളുണ്ട്. നിങ്ങൾ ഇത് കണ്ടറിയാം. ഒരു പഴയ ലെറ്റർ ബോക്സ് വരെ ഉണ്ട് ഇവിടെ. ഇതുണ്ട.
മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ. നമസ്കാരം അയലൂർ. അവിടെ നിന്നൊന്നും സൗണ്ട് ഇല്ല. ഒന്നുകൂടി നമസ്കാരം അയലൂർ. ഇത് നമ്മളപ്പോൾ അയലൂര് ഗ്രാമമൊക്കെ കണ്ടു, അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. ഇപ്പോൾ അതിലും ഭംഗിയുള്ള നമ്മുടെ ഗെയിം സോണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ലോഡ് വിദ്യാർത്ഥികളാണ്. അപ്ലൈഡ് സയൻസിലെ വിദ്യാർത്ഥികളില്ലേ ഹാജർ? GUPSലെ ഹാജർ? ഇവിടെ നിന്നാണോ ഇത് കേട്ടത്? ഇത്ര നേരം എവിടെയായിരുന്നു? SMHS അല്ലേ? ഹാജറുണ്ടോ? ഇത് കൂടാതെ ഒരുപാട് നാട്ടുകാർ ഇവിടെ ഉണ്ട്. നാട്ടുകാരുടെ ഒരു ഹൊയ് കിട്ടുമോ? എണ്ണത്തിക്കുറവാ. പിന്നെ ടീച്ചർമാരുണ്ടായിരുന്നു, എല്ലാവരിലും കൂടി ആ ടീച്ചർമാരൊരു ഹൊയ് വിടോ? ടീച്ചർമാർക്ക് വേണ്ടി കുട്ടികളാണ് ഇപ്പൊ ഹൊയ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങല്ലേ സി കേരള സൂപ്പർ ബമ്പർ. സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഇന്നത്തെ തകർപ്പൻ ഗെയിംസ് ഈ അയലൂരിന്റെ ഈ മണ്ണിലാണ്. 1000 രൂപ മുതൽ 25,000 രൂപ വരെ ഞാൻ ഇന്നിവിടെ തരും ജയിച്ചാൽ. ഓക്കെ, ആരൊക്കെ എത്രയൊക്കെ രൂപ വെച്ച് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷങ്ങളിലും നമ്മളെ ആകാംക്ഷയോടുകൂടി നിലനിർത്തുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങല്ലേ? തുടങ്ങുമ്പോൾ കുറച്ച് ആട്ടവും പാട്ടും ഒക്കെ ആവാം. എന്തേ അല്ലേ? ആവാം. ആരാ ഇവിടെ ഈ സൈഡിൽ നിന്ന് ആരാ ഒരു പാട്ട് പാടി തരാ? ആ നിൽക്കുന്നത് നിങ്ങളുടെ സാറാണോ? സാറിനെ കൊണ്ട് പാടിപ്പിക്കട്ടെ. സൂപ്പറായിട്ട് പാടും. സാറൊന്ന് ഫ്രണ്ടിലേക്ക് കയറിയുന്നേ. സാറിന്റെ പേരെങ്ങനെയാ? അനൂപ് സാർ ഈ പറയുന്ന പോലെ ഇത്രയും ശാന്തനാണോ ക്ലാസ്സിൽ? ആണോ? ഈ പിള്ളേരൊക്കെ എങ്ങനെ മേയ്ക്കണം എന്നിട്ട്? എല്ലാം നല്ല പിള്ളേരാണ്. എല്ലാം നല്ല പിള്ളേരാ. പൊളിച്ചടുക്കി. ഓക്കെ, ഏത് വിഷയമാ പഠിപ്പിക്കുന്നത്? ഞാൻ ഇലക്ട്രോണിക്സ് ആണ് പഠിക്കുന്നത്. ഇലക്ട്രോണിക്സ് ആണ്. ആഹാ, കറണ്ടാണ്. ഓക്കെ, എന്നാ ഞങ്ങൾക്ക് ഇന്ന് അയലൂരിലെ പരിപാടിയുടെ ഉദ്ഘാടനമായിട്ട് ഒരു അടിപൊളി പാട്ടായിക്കോട്ടെ. ഇവർക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ പാടാം. ഓ, അടിപൊളി. பொய் சொல்லக்கூடாது காதலே, பொய் சொன்னாலும் நீயே என் காதலே. பொய் சொல்லக்கூடாது காதலே, பொய் சொன்னாலும் நீயே என் காதலே. கண்களால் கண்களில் தாயமாடினாள், கைகளால் கைகளில் ரேகை மாற்றினாள். பொய் ஒன்றால் ஒப்பித்தாய், ஐயோ தப்பித்தாய். கண் மூடி தேடத்தாய், கனவிங்கும் தீத்தாய். பொய் சொல்லக்கூடாது காதலி, பொய் சொன்னாலும் நீயே என் காதலி. யாரு அது? யாரு அது? அந்த காமுகி. பொய் சொல்லக்கூடாது. அப்படி வரா. பொய் சொல்லக்கூடாது. இந்த நிமிடத்தில் பொய் சொல்லக்கூடாது. யாரு அந்த காமுகி? അങ്ങനെയൊന്നുമില്ല. എന്തായിരുന്നു അഭിനയം? ഉള്ളീന്നല്ലേ ആ പാട്ട് വന്നത്? ഉള്ളീന്ന് ആ മുഖത്തൊക്കെ പ്രണയം ഇങ്ങനെ വടിഞ്ഞൊഴുകയായിരുന്നു അനൂപ് സാറിന്റെ. അപ്പോ അധ്യാപകൻ അതിഗംഭീരമാക്കി നമ്മുടെ തുടക്കം. ഇനി വിദ്യാർത്ഥിനിയാണ്. സാർ പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഓ ഭാഗ്യം. തീപ്പൊരി പഠിപ്പിക്കുന്നില്ല. പുള്ളിക്ക് പേര് വീണെന്ന് തോന്നുന്നു, തീപ്പൊരി. ഓക്കെ, അനൂപ് സാർ ക്ഷമ. അപ്പോ എന്താ പേര് പറഞ്ഞേ? അശ്വിനി. അശ്വിനി ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഡോക്ടർ ഇൻ ലവിലെ നിന്നോട് എനിക്കുള്ള പ്രണയം. ഇത് മൊത്തം പ്രണയം. ഇവിടെ പ്രണയം വേറെ കോഴ്സ് വല്ലതും ഉണ്ടായിരുന്നോ? ടീച്ചർ, പ്രിൻസിപ്പൾ എവിടെ? ഓക്കെ, പാടിക്കോ. നിന്നോടെനിക്കുള്ള പ്രണയം ചൊല്ലുവാൻ ഞാൻ കാത്തിരുന്ന ദിനം, നിന്നോടെനിക്കുള്ള പ്രണയം ചൊല്ലുവാൻ ഞാൻ കാത്തിരുന്ന ദിനം. പ്രണയം പറഞ്ഞിടാൻ വയ്യാതെ നിന്നെ ഞാൻ പ്രണയിക്കുമീ സുദിനം, നിന്നെ
ജനിക്കുമീ സുദിനം. ഓ അശ്വിനി അടിപൊളി. സി കേരളം സൂപ്പർ ബമ്പർ സൂപ്പറായിട്ട് അയിലൂരിൽ നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ ഗെയിംസിലേക്ക് കിടക്കണം. അതിന് ആദ്യത്തെ മത്സരാർത്ഥിയെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അത് തിരഞ്ഞെടുക്കാനായിട്ട് ഇവിടെ വേറെ സ്കൂളിലെ കുറച്ച് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ കൂട്ടത്തിൽ നിന്ന് ആ ചന്ദനക്കുറി ഇട്ട് നിൽക്കണവനെ കണ്ടറിയാൻ പ്രശ്നം. നിങ്ങൾ വന്നേ, ഓടി വന്നേ, അങ്ങോട്ട് ഓടി വന്നേ, ഇതിവിടെ വന്നേ. ഒരു നല്ല കൈയ്യടി കൊടുത്തേ കൂട്ടുകാരന്. അപ്പോ എന്താ കൂട്ടുകാരന്റെ പേര്? ഹരീഷ്. ഹരീഷ്. ആരാ പേരിട്ടത്? അച്ഛനും അമ്മയും ഒരുമിച്ച്. അത് അവര് വീട്ടിൽ വഴക്കുണ്ടാക്കണ്ടെന്ന് എഴുതിയിട്ടാണോ നീ അങ്ങനെ പറഞ്ഞത്? അല്ല. ഹരീഷിന്റെ പ്രധാനപ്പെട്ട കയ്യിലുള്ള നമ്പറുകൾ എന്താ, ഐറ്റം നമ്പറുകൾ എന്താ? ഡാൻസ്, പാട്ട്, മിമിക്രി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡയലോഗും പാട്ടും മാത്രം പാടാറുള്ളൂ. അതുപോരെ. അല്ല, ഡയലോഗ് പാട്ട് എന്താ? ഡയലോഗ് എന്താ സംഭവം? സിനിമ ഡയലോഗുകൾ പറയൂ, അങ്ങനെയാണോ? അന്ന് ഒരെണ്ണം പെടച്ചേ ഞങ്ങൾ കേക്കട്ടെ. ஹே சத்தியமா சொல்றேன், அடிச்சு அண்டர்வேரோட ஓட விட்டுருவேன். மான போன திருப்பி வராது, பாத்துக்கோ. கபாலில டயலாக் வரும். கபாலி கபாலி. ஹே தமிழ் படங்களுக்கு மறுக்கு வச்சுக்கிட்டு மீசை முறுக்கிக்கிட்டு லுங்கி கட்டிக்கிட்டு நம்பியாரு ஹே கபாலி அப்படின்னு சொன்ன உடனே குனிஞ்சு சொல்லுங்க ஜமா, அப்படி வந்து நிப்பானே அந்த மாதிரி கபாலி நினைச்சேடா. കബാലിടാ. വേറെ മാറി കബാലി. ഓക്കേ, നല്ലൊരു കൈഡി കൊടുത്തേ. ഹരീഷേ, ഇനി ഇതിന്ന് ഒരെണ്ണം എടുത്തിട്ട് എനിക്ക് തന്നോ. എത്തി നോക്കാൻ മാത്രമൊന്നും ഇല്ല അതില്. ഓക്കെ, അപ്പൊ താങ്ക് യു. നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, വലിയൊരു കലാകാരനായി മാറട്ടെ. അപ്പോ നമ്മള് അയലൂരിൽ നമ്മുടെ സൂപ്പർ ബമ്പറിന്റെ സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഗെയിംസ് തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ മത്സരാർത്ഥി ആരാണെന്നറിയാൻ എല്ലാവർക്കും ആദ്യത്തെ ആളിനായിരിക്കും ഏറ്റവും കൂടുതൽ പണികൾ കിട്ടുക. പിന്നുള്ളവർക്ക് പിന്നെ പ്രതീക്ഷിച്ചെങ്കിലും വരാലോ, അതാണ് അതിൻ്റെ ഒരു രീതി. പൊതുവെ പരീക്ഷ എഴുതാൻ പോകുമ്പോഴും അത് തന്നെയാണ് നമ്മളെ അവസ്ഥ, ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ. എന്തായാലും ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിയാണ്, പിന്നെ പറയാം. തൽക്കാലം സി കേരളം സൂപ്പർ ബമ്പറിൽ ഞാൻ എടുക്കുന്നു ഒരു കുട്ടി ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. സൂപ്പർ ബമ്പറിലെ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി അശ്വിൻ. യെസ്, ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ. വണക്കം തലവരെ. അതൊക്കെ വണക്കം. അതാണ് പേനയൊക്കെ ഉണ്ടല്ലോ. പേനയൊക്കെ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും ഉണ്ടാവും. എന്തിനാണ് പെട്ടെന്ന് പ്രേമലേഖനം എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? പ്രേമലേഖനൊന്നുമല്ല, പുറത്തെ അവിടെ നിന്ന് എന്തെങ്കിലും എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ. എന്താ അതാണ് എന്ത് എഴുതാൻ, അതാണ് ഞാൻ ചോദിച്ചത്. പെട്ടെന്ന് എവിടെയും പോയി അഡ്രസ് എന്തെങ്കിലും നോട്ട് ചെയ്യാനൊക്കെ. പിന്നെ നാട്ടുകാരുടെ അഡ്രസ് നോട്ട് ചെയ്യാനുള്ള നമുക്ക് ഫുൾ ടൈം പണി. വേറെന്താ പരിപാടി? പേന കൊണ്ട് മൊബൈൽ നമ്പറൊക്കെ നോട്ട് ചെയ്യും. മൊബൈൽ നമ്പർ നോട്ട് ചെയ്യും. ഇപ്പൊ അതാണ് ലവ് ലെറ്റർ ചെയ്തിട്ട് കാര്യമില്ല, മൊബൈൽ നമ്പർ നോട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതിയല്ലോ, അതാണ് പരിപാടി. ഇവിടെ ഏതാ പഠിക്കുന്നത്? ഞാൻ BSc ഇലക്ട്രോണിക്സ് ഫസ്റ്റ് ഇയർ ആണ്. ആണ് നമ്മുടെ തീപ്പുരി സാറിന്റെ ശിഷ്യനാണ്. അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട് അത് ചോദിക്കട്ടെ. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ. അച്ഛൻ ഇവിടെ അല്ല, അച്ഛൻ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലാണ്. എവിടെയാണ്? പൊള്ളാച്ചി. വീക്കിലേ വരൂ. ഓക്കെ. പിന്നെ അമ്മ, അനിയൻ ആരുള്ള? അനിയൻ +2 പഠിക്കുകയാണ്. അമ്മ നഴ്സറി സ്കൂളിൽ ഹെൽപ്പറായിട്ട് പോവാണ്. നഴ്സറി സ്കൂളിൽ അമ്മ നഴ്സറി സ്കൂളിൽ ഹെൽപ്പറായിട്ട് പോകുന്നു. അച്ഛൻ എന്ത് ചെയ്യുന്നു? അപ്പൊ അച്ഛൻ ഫിനാൻസിലാണ്, ബൈക്കിന്റെ ഫിനാൻസ്. അത് ശരി. അപ്പൊ മൊത്തത്തിൽ പൊളിയാണ്. വീട്ടില് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ എടുക്കാറുണ്ടോ? അമ്മേനെയൊക്കെ സഹായിക്കാറുണ്ടോ? നന്നായിട്ട് സഹായിക്കാറുണ്ട്. ആണോ? എന്തൊക്കെ സഹായിക്കാറ്? ഈ ഇടയ്ക്ക് അമ്മയ്ക്ക് ഭക്ഷണം കഴിച്ച് സഹായിക്കലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. ഇടയ്ക്ക് അമ്മയ്ക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ റെസ്റ്റ് ആണ്. അപ്പൊ വീട്ടില് പണിയൊക്കെ ഞാനും അനിയനും കൂടെ തന്നെയാണ്. അത് ശരി. അപ്പൊ കഞ്ഞി ഉണ്ടാക്കും, ചോറുണ്ടാക്കും, ബിരിയാണി ഉണ്ടാക്കും. എല്ലാം ഉണ്ടാക്കും. ബിരിയാണി ഒഴികെ എന്തൊക്കെയാ ആ ലിസ്റ്റ് ഒന്ന് തന്നെ അത് അറിഞ്ഞിട്ടെ. ഒന്ന് പെൺകുട്ടികളൊക്കെ നോക്കി കണ്ടു പഠിച്ചു വെച്ചോ കേട്ടോ. ചോറ് വെക്കും, കറി വെക്കും. കറികൾ എന്തൊക്കെ? കറിയും സാമ്പാറൊക്കെ വെക്കും. സാമ്പാർ. ഓക്കെ. രസം. ചെറിയ ഉരുളക്കിഴങ്ങൊക്കെ ഉപ്പേരി വെക്കും. ഓക്കെ. പിന്നെ വീട്ടിലൊക്കെ അടിച്ചു വരും. പാലക്കാടിന്റെ അടിച്ചും വരും, പുറത്തും അടിച്ചു വരും, മുറ്റടിച്ചു വരും. അത് ശരി. പാത്രം കഴുകി വെക്കും. അത് ശരി. നമുക്ക് അടിപൊളി മത്സരാർത്ഥിനെയുള്ള ആദ്യം തന്നെ കിട്ടിയേക്കുന്നത്. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. സത്യം പറഞ്ഞ ആ വീട്ടിലെ പണി മൊത്തം മച്ചാനാണ് ഇപ്പൊ എടുക്കുന്നത്. അശ്വിനെ, അപ്പൊ നമുക്ക് തകർക്കണം കേട്ടോ. പിന്നെ തകർക്കാമല്ലോ. ഓക്കെ. അപ്പോ അശ്വിന്റെ ആദ്യത്തെ മത്സരം നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ്, ലോട്ട് എടുക്കുന്നതിന് മുമ്പ്, നമ്മുടെ ഈ ഒരു 25,000 രൂപ വരെ കിട്ടുന്ന മത്സരമായതുകൊണ്ട് ചെറിയ ചെറിയ നിയമങ്ങളുണ്ട് ഇതിന്. ആ നിയമങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അല്ലെങ്കിൽ കൂടിയും നമുക്ക് ഒന്നും കൂടി അതൊന്ന് കണ്ടിട്ട് വരാം. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്.
രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10000 രൂപയാണ്. അപ്പോൾ നമ്മുടെ നിയമങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് അശ്വിനെ നമുക്കിനി ഗെയിമിലേക്ക് കിടക്കാം അല്ലേ? അപ്പോൾ 2 പെട്ടികളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ 2 പെട്ടികൾ ഒന്ന് ഊഹിച്ചെടുക്കാൻ പറ്റുമോ? ഇത് കണ്ടാ പറയാൻ പറ്റൂല എന്ത് പെട്ടിയാന്ന്. പണപ്പെട്ടിയാണല്ലോ. പണപ്പെട്ടിയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അതെന്തായിരിക്കും? അത് നമുക്ക് എനിക്കുള്ള പണിയായിരിക്കും. അതാണ് പണിപ്പെട്ടി എന്നാണ് ആ പെട്ടിയുടെ പേര്. ഓക്കെ, സൂപ്പർ ബമ്പറിന്റെ 2 പെട്ടികൾ ഇവിടെ എത്തി. ഗെയിം ആദ്യം മത്സരിക്കാനുള്ള ആളും അശ്വിനും ഇവിടെ റെഡിയാണ്. നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ മത്സരം എടുക്കാം. ഏതാണ് ഗെയിം എന്ന് നോക്കാം. അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഒന്ന് കൈയടിച്ചേ. ആദ്യത്തെ ഗെയിമാണ്, ഇന്നത്തെ ആദ്യത്തെ ഗെയിമാണ് എടുക്കാൻ പോകുന്നത്. അത് എളുപ്പമുള്ളതാവട്ടെ, കാരണം ഇത് 1000 രൂപയുടെ റൗണ്ടാണ്. ഇത് ജയിച്ചാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അശ്വിനെ റെഡി? ഗെയിം നോക്കട്ടെ ഞാൻ. അപ്പോൾ അശ്വിനുള്ള ആദ്യത്തെ ഗെയിം, എൻ്റെ പിന്നെ ഇത് പേര് തന്നെ ഒരു വല്ലാത്ത പേരാണല്ലോ, ജിംഗ്ലി ജുംഗ്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ബലൂൺ ഉണ്ടാവും. അത് പൊട്ടിക്കാൻ ഇഷ്ടമല്ലേ? ബലൂൺ പൊട്ടിക്കാൻ ഇഷ്ടമല്ലേ? അതോ ബലൂൺ ഇങ്ങനെ സംരക്ഷിച്ച് കൊണ്ടു നടക്കാനാണോ ഇഷ്ടം? ഇഷ്ടമല്ല. അന്ന് ഇന്ന് പൊട്ടിക്കണം, ഇഷ്ടപ്പെടണം, അന്നാണ് സമ്മാനം കിട്ടുള്ളൂ. നമ്മള് ഈ ജിമ്മിലൊക്കെ എക്സസൈസ് ചെയ്യാനുള്ള വലിയ ബോളില്ലേ, അതുപോലത്തെ ഒരു ബോൾ നമ്മൾ തരും. അതിലിരുന്നിട്ട് ചാടി ചാടി ആ ബലൂൺ കൊണ്ട് ആ ബോൾ കൊണ്ട് വേണം ബലൂൺ പൊട്ടിക്കാൻ. അല്ലാണ്ട് കൈ കാലൊന്നും ഉപയോഗിക്കരുത്. ദൈവത്തെ ഓർത്ത് ആ ബോള് പൊട്ടിച്ച് കൈ തരരുത്. ഓക്കെ, അപ്പൊ എന്തായാലും അശ്വിന്റെ ആദ്യത്തെ ഗെയിം നമ്മൾ തുടങ്ങുന്നു. ജിംഗ്ലി ജുംഗ്ല. അപ്പൊ നമ്മുടെ അശ്വിൻ ആദ്യത്തെ മത്സരത്തിന് റെഡിയായി നിൽക്കുകയാണ്. ആൾക്ക് നമ്മളൊരു വലിയ ഒരു ബോൾ കൊടുത്തിട്ടുണ്ട്, ജിമ്മിലൊക്കെ യൂസ് ചെയ്ത ടൈപ്പ്. ഇവിടെ കുറെ ബലൂണുകൾ തന്നിട്ടുണ്ട്. ബലൂൺ പൊട്ടിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു ലോഡ് ബലൂൺ കൊടുത്തിട്ടുണ്ട്. എല്ലാം പൊട്ടിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഓക്കെ, 120 സെക്കൻഡ്, അതായത് 2 മിനിറ്റ് ഉണ്ട്. 2 മിനിറ്റിനുള്ളിൽ ഈ ബലൂണുകളൊക്കെ പൊട്ടിക്കുക. പൊട്ടിച്ചാൽ 1000 രൂപ കയ്യിലിരിക്കും. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കയറും. തുടങ്ങാം. ഒന്ന് നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കില്ലേ? അപ്പൊ അശ്വിന്റെ സമയം ആരംഭിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആഹാ, അടിപൊളി അടിപൊളി. 2 എണ്ണമൊക്കെയോ? അമ്പോ അമ്പോ അമ്പോ. ചറവറ ചറവറ പൊട്ടുന്നു. അങ്ങോട്ട് അതൊക്കെ അവിടെ കിടക്കട്ടെ, പാവങ്ങൾ പൊട്ടിക്കാൻ നമുക്ക്. ഒരു വെടിക്കെട്ട് കാണുന്ന സന്തോഷമുണ്ട് എനിക്കിപ്പോ. നന്നായിട്ട് കൈയടിച്ചേ. അയിരൂർ ഉത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അയിരൂർ ഉത്സവത്തിന്റെ വെടിക്കെട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അശ്വിൻ ആണ് വെടിക്കെട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്പോ, ഒരുപാട് സമയം ബാക്കി. ഇനി പയ്യെ പയ്യെ പൊട്ടിച്ചാലും മതി. ചറപറ പൊട്ടുന്നു. ഇവിടെ 2 പാവങ്ങൾ, ഇവിടെ 2 പാവങ്ങൾ. പോട്ടെ. ഇനി ലാസ്റ്റ് വൺ. നല്ലൊരു ഐഡിയ എടുത്തേ. 120 സെക്കൻഡിന് പകുതി പോലും എടുത്തില്ല. ഒരു 35ഓളം ബലൂണുകൾ അത് ഉണ്ടായിരുന്നു. എല്ലാം ചറ പറയുന്ന പൊട്ടി അവിടെ കിടക്കുകയാണ്. ഒപ്പം അശ്വിന് കിട്ടുന്നു 1000 രൂപ. അശ്വിന് 1000 രൂപ സ്വന്തമായി കിട്ടിയിരിക്കുന്നു. അശ്വിൻ നേരത്തെ പറഞ്ഞു വീട്ടില് ഇപ്പോഴത്തെ അവസ്ഥയിൽ വീട്ടുപണിയൊക്കെ അശ്വിനാണ് എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാനുള്ള സമയം, അതുപോലെ തന്നെ നമുക്കൊക്കെ ഈ പ്രായത്തിൽ എന്തായാലും ചുമ്മാ കറങ്ങി അടിച്ചെടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. ഇതിനൊക്കെയുള്ള ഒരു ടൈം കിട്ടാറുണ്ടോ? അപ്പൊ പഠിക്കാനൊക്കെ സമയം നമ്മളല്ലേ കണ്ടെത്തത്. അപ്പൊ നേരത്തെ എണീക്കും. ഞാൻ ചമ്മി. ഓക്കെ, നേരത്തെ എണീച്ചിട്ടാണ് വീട്ടു ജോലിയൊക്കെ ചെയ്യുക. ഇവിടുന്ന് പോയിട്ട് ക്ലാസ് 3:20 വിട്ടാ ഇവിടെ 4 മണിക്കുള്ള ബസ് കയറിയ വീടെത്തുമ്പോ 5 മണിയാവും. ഓക്കെ, പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് പിന്നെ എവിടെയും പോവാണല്ലോ. ഈ സമയം ഇപ്പൊ ഈ സിറ്റുവേഷനിൽ എവിടെയും പോകണില്ല. അപ്പൊ വീട്ടില് പണിയൊക്കെ ചെയ്തിട്ട് പിന്നെ 7 മണിക്ക് ശേഷം പഠിക്കുക. ഓക്കെ,
അങ്ങനെയാണ് പോകുന്നത്. അതെ. അപ്പൊ ഔട്ടിംഗ് ഒക്കെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? കൂട്ടുകാരന്മാരോട് ഒന്ന് കറങ്ങണം ഔട്ടിങ് തോന്നി? ഈ ഒരു 2 മാസമായിട്ട് പോയിട്ടില്ല. ഇതിന് മുമ്പ് പോവായിരുന്നു, ബൈക്കിലൊക്കെ പോവായിരുന്നു. സ്വന്തമായിട്ട് ബൈക്ക് ഉണ്ട്, അപ്പൊ അതില് പോവായിരുന്നു. പക്ഷെ ലൈസൻസ് ഇല്ല എന്നുള്ളൂ. അത് ശരി. എത്ര പെട്ടെന്ന് പോയി ലൈസൻസ് എടുക്കണം കേട്ടോ. അതെ അതെ, ലൈസൻസ് എടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ അമ്മയ്ക്ക് ഇപ്പൊ ശരിക്കും എങ്ങനെയുണ്ട്? കുറവുണ്ടോ? കുറവുണ്ട്. ഇപ്പൊ ജോലിക്ക് പോവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മന്ത് മുതൽ. ഉടനെ തന്നെ നമ്മളെ രക്ഷപ്പെടുത്തുമായിരിക്കുന്നു. എന്നാലും വീട്ടിലെ പണി മൊത്തം എടുക്കണം കേട്ടോ. അതൊരു രസമുള്ള പരിപാടി. എന്റെ ഒക്കെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യും. അടിപൊളി. എന്തായാലും അശ്വിൻ എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ. ഔട്ടിങ്ങിന് പോകാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്കൊരു 1000 രൂപ കൂടെ ആദ്യം കൊടുത്താലോ? കൊടുക്കട്ടെ. അതാണ്. അപ്പോ അശ്വിന്റെ ആദ്യത്തെ സമ്മാനം കൊടുക്കുന്നു. നിങ്ങൾ കൈയടിക്കണം. നല്ല കൈയടിയോടുകൂടി 1000 രൂപ അശ്വിന് കൊടുക്കുന്നു. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കണം. അടുത്ത റൗണ്ടിനുള്ള ഗെയിം എടുക്കണം. നമുക്ക് ലോട്ടറി എടുത്താൽ എന്താ ഗെയിം നോക്കിയാലോ? എടുക്കാം. യെസ്. അപ്പോ അടിപൊളി. അശ്വിന് ഇഷ്ടം മധുരമാണോ, എരിവാണോ, പുള്ളിയാണോ, ചവർപ്പാണോ, കയ്പാണോ? മധുരമാണ്. അതിന് പറ്റിയ ഗെയിമാണ്. തേൻ കൊതിയൻ എന്നാണ് ഈ ഗെയിമിന്റെ പേര്. സംഭവം എന്താണെന്നറിയാമോ? നമ്മുടെ തേൻ മിഠായി ഇല്ലേ, നല്ല അവിടെ നിന്നൊക്കെ എല്ലാവർക്കും കൊതിയായി. എനിക്കും കൊതിയായിട്ട് പാടില്ല. ഒരെണ്ണം എനിക്ക് അറിഞ്ഞോട്ടോ ജയിച്ചു കഴിയുമ്പോ. ആ മിഠായിയുടെ മാല നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴുത്തിലിട്ട് തരും. അപ്പൊ കൈ കൊണ്ട് പിടിക്കാതെ ഇങ്ങനെ ആട്ടി ആട്ടി മുകളിലേക്ക് കൊണ്ടുവന്ന് രജനീകാന്തിന്റെ സ്റ്റൈലില്ലേ, ആ സ്റ്റൈലിൽ കൊണ്ടുവന്ന് ഓരോ മിഠായി കഴിക്കണം. അതാണ് ഗെയിം. തേൻ കൊതിയൻ. നമ്മുടെ കൊതിയ അന്ന് റെഡി ആക്കും. അപ്പോ അശ്വിൻ 2000ന്റെ റൗണ്ടിലേക്ക് കിടക്കുന്നു. തേൻ കൊതിയൻ. 100 സെക്കൻഡ് സമയമുണ്ട്. 100 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഈ തേൻ മിഠായിയിൽ നിന്നും ഒരു 3 എണ്ണം അശ്വിൻ തിന്നാ മതി. ഓക്കെ, ബാക്കി ഞങ്ങൾക്ക് വേണേ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ മൊത്തം തന്നേനെ. ഓക്കെ. അപ്പോൾ ഇത് കഴുത്തിലേക്ക് മാല പോലെ അണിയുക. കൈ തൊടാതെ നമ്മൾ ആന മറ്റേ തുമ്പിക്കൈ ആട്ടണുണ്ടല്ലോ ഇങ്ങനെ, അതുപോലെ ആട്ടി എടുത്ത് വായിലേക്ക് ഇടുക. റെഡി അല്ലേ? തുടങ്ങാം നമുക്ക് എന്നാ. അപ്പൊ അശ്വിന് നല്ലൊരു കൈ കൊടുത്തേ. തേൻ കൊതിയൻ ഗെയിം തുടങ്ങാൻ പോകുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു അശ്വിനെ. നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അതന്നെ. ആരും ഓടിക്കട്ടെ. പിറകിൽ വായില്ല. പോരട്ടെ. അത് തന്നെ കിട്ടും. ഒന്ന്. അതാണ് ഊരി മാറ്റിക്കോ. അതിന് അടുത്ത് തീർത്തോ. 20 സെക്കൻഡിൽ ഒരെണ്ണം കേട്ടോ. 20 സെക്കൻഡിൽ ഒരെണ്ണം. ഹരമായി. ഇപ്പൊ അശ്വിന് ഹരമായി. ഒരെണ്ണം കിട്ടിയല്ലോ. ബാക്കിയുള്ളവരൊക്കെ പൊതിച്ചിക്കുക. ദൈവമേ. പോരട്ടെ. അതന്നെ. കറക്റ്റ്. രണ്ടാമത്തെ. രണ്ടെണ്ണം. അതൊക്കെ വീക്കണ. മൂന്നാമത്തെ. അതായത് ലാസ്റ്റ് വൺ. പോരട്ടെ. കിട്ടും. കിട്ടും. ഒന്ന് നന്നായിട്ട് കേട്ട് ചെയ്ത്. റെഡി. അടിപൊളി. അപ്പോ 2000ന്റെ റൗണ്ട് കടന്ന് നമ്മുടെ അശ്വിൻ ഉറപ്പായിട്ടും 3000 കിട്ടുന്ന റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. നല്ലൊരു കൈഡി കൊടുത്തേ. ഈ സന്തോഷത്തില് നമുക്ക് നിങ്ങളുടെ ഇടയിലുള്ള കൂട്ടുകാരുടെ തന്നെ ഒരു പെർഫോമൻസ് കണ്ടാലോ? റെഡി അല്ലേ? ഓക്കെ. ഇവിടെ ഒരു കിടിലൻ പെർഫോമൻസുമായിട്ട് നമ്മുടെ ഇവിടുത്തെ കൂട്ടുകാർ റെഡിയാണ്. അത് കണ്ടിട്ട് നമുക്ക് സൂപ്പർ ബമ്പറിലേക്കും ഗെയിമിലേക്കും തിരിച്ചു വരാം. തീരം തേടും തിരയുടെ പാട്ടിൽ നാടകത്തിൽ ഉണർത്തുമതാലതയാ
അശ്വിൻ അങ്ങനെ 3000ന്റെ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത ഗെയിം മത്സരിച്ച് ജയിച്ചാൽ 3000 രൂപ കൈ കിട്ടും. റെഡി അല്ലേ അശ്വിനെ? റെഡിയാണ്. ഇതുവരെയുള്ള ഓക്കെ ആയിരുന്നില്ലേ ഗെയിംസ്? കുഴപ്പമില്ല. രണ്ടാമത് ഞങ്ങൾ മധുരം തന്ന് നിർത്തിയേക്കാം. അപ്പൊ ഇനി ടെൻഷനേ വേണ്ട. അടുത്തത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. എന്റെ കയ്യിലല്ല എന്തായാലും. ഇതെല്ലാം ഞങ്ങളുടെ ഗെയിം മാസ്റ്ററിന്റെ കയ്യിലാണ്. ഗെയിം മാസ്റ്ററിന്റെ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഗെയിം എടുത്തേ. അശ്വിന് ഉള്ള 3ാമത്തെ റൗണ്ടാണ്. 3000 രൂപ ഉറപ്പായിട്ടും കിട്ടുന്നത്. ഈ ഗെയിമിന്റെ പേര്, ഇതും ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബോളേ ശയനം എന്നതാണ് ഗെയിമിന്റെ പേര്. ഈ ഗെയിം എന്ന് പറയുന്നത് ശയന പ്രദക്ഷിണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗെയിമാണ്. നമ്മളിവിടെ ഒരു മാറ്റ് വിരിച്ചു തരും, കയ്യിൽ ഒരു വലിയ ഒരു പലക തരും. വലിയ വെച്ചാൽ നല്ല ഇതല്ല, ചെറിയ ഒരു പലക തരും, അതിലൊരു ബോളും തരും. എന്നിട്ട് ആ ബോൾ നിലത്ത് പോവാതെ ഉരുണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വരണം. എന്നിട്ട് ആ ബോൾ ഈ സൈഡിലുള്ള ഒരു ബാസ്ക്കറ്റിലേക്ക് ഇടണം. ഓക്കെ, ശയന പ്രദക്ഷിണമാണ്. പക്ഷെ നമ്മൾ ഉരുളുമ്പോൾ ബോൾ ഉരുളാതെ നോക്കണം. അത് കൊള്ളാലോ. ടങ് ട്വിസ്റ്റർ പോലെ ഇപ്പൊ ഇത്. നമ്മൾ ഉരുളുമ്പോൾ ബോൾ ഉരുളാതെ നോക്കണം. ഒന്ന് പറഞ്ഞു നോക്കി. നമ്മൾ ഉരുളാതെ ബോൾ ഉരുളാതെ നോക്കണം. നമ്മൾ ഉരുളുമ്പോൾ ബോൾ ഉരുളാതെ നോക്കണം. നമ്മൾ ഉരുളുമ്പോൾ ബോൾ ഉരുളാതെ നോക്കണം. നമ്മൾ ഉരുളുമ്പോൾ ബോൾ ഉരുളാതെ നോക്കണം. ഓക്കെ, ഇത് വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റും? അങ്ങനെയാണ് ഒരു സമ്മാനം തരാം. ഇവിടെ ഒരാള് മൈക്കൊന്നു നീ ഇപ്പൊ ശരിയാക്കി തരാം. പറഞ്ഞ് 10 തവണ പറഞ്ഞ്. ഞമ്മളല്ല നമ്മൾ. ഞമ്മളല്ല നമ്മൾ. അടുത്താരാ? ഇവിടെ 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 നമ്മൾ ഉരുളാതപ്പോഴല്ല, നമ്മൾ ഉരുളുമ്പോ ബോൾ ഉരുളാതെ നോക്കണം. 10 തവണ പെട്ടെന്ന് പറ. നമ്മൾ ഉരുളുമ്പോൾ ബോൾ ഉരുളാതെ നോക്കണം. 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 ഉരുളാതെ നോക്കണം. ഇനി ഉരുളണ്ട. ഇനി ഒരു നല്ല കൈഡ് കൊടുത്തേ. പെട്ടെന്നുണ്ടായ ഒരു ടങ് ട്വിസ്റ്റർ ആണ് നമ്മൾ ഉരുളുമ്പോ ബോൾ ഉരുളാതെ നോക്കണം എന്നുള്ളത്. പറഞ്ഞ ആളുടെ പേര് ആദർശ്. ഓക്കെ, എത്രയിലാണ് പഠിക്കുന്നത്? 5A പറഞ്ഞത്. മിടുക്കനാണല്ലോ. ഒരു കൈഡ് കൊടുത്തേ. ഒപ്പം നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു കിടിലൻ ഷർട്ട് സമ്മാനമായിട്ട് കിട്ടാണ്. ഈ ഷർട്ട് മിക്കവാറും ആദർശിന് ലോഹ പോലെ ആയിരിക്കും. വീട്ടിൽ അച്ഛനും ആർക്കെങ്കിലും ചേട്ടന്മാരോ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാം. എന്നാലും ഒന്നും കൂടി ഷേക്കാറ്റ്. അടിപൊളി. ഒരു നല്ല കൈഡ് കൊടുത്തേ മിടുക്കന്. അശ്വിൻ എസിനുള്ള അടുത്ത റൗണ്ട് മത്സരം എന്ന് പറയുന്നത് ബോളേ ശയനം. അപ്പൊ അശ്വിനെ, നമുക്കുള്ള മാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. യോഗ മാറ്റാണ്. അത് നമ്മളിങ്ങനെ ചേർത്ത് നല്ല ഭംഗിയിൽ ഇട്ടിരിക്കുകയാണ്. റെഡി? എന്തായാലും നമുക്ക് 80 സെക്കൻഡ് സമയമാണ് അശ്വിൻ്റെ കയ്യിലുള്ളത്. ആ ഇരിക്കുന്ന പ്ലേറ്റിൽ ഒരു ബോൾ എടുത്ത് വെക്കുക. ഈ ഓറഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്രീനിൽ എത്തുമ്പോൾ അതിൽ നിക്ഷേപിക്കുക. അതിൻ്റെ ഇടയിൽ ഇടരുത്. 2 എണ്ണമാണ് നമ്മൾ അവിടെ എത്തിക്കേണ്ടത്. അപ്പോൾ 40 സെക്കൻഡിനുള്ള ഒരെണ്ണം അവിടെ എത്തിയിരിക്കണം. ഒരു കണക്ക് പറഞ്ഞാണ്. ബാക്കി താങ്കളുടെ ഇഷ്ടം. കൂടുതലോ കുറയ്ക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. റെഡി? തുടങ്ങാം. സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുകയാണ്. അശ്വിനെ ബോൾ എടുത്ത് റെഡി ആയിക്കോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കറങ്ങി. അത് തന്നെ. റോൾ ചെയ്ത് നമുക്ക് കൊടുത്തിട്ട് വരുന്നുണ്ടോ? വളരെ സിമ്പിൾ. ഒന്ന് കൈയടിച്ച് സിമ്പിളായിട്ട് ആള് പോണം. അശ്വിൻ വളരെ സിമ്പിളായിട്ട് അവിടെ എത്തുന്നു. പച്ചയിലേക്ക് എത്തുന്നു. 1ാമത്തെ ബോൾ അവിടെ എത്തുന്നു. ഓടി. ഇത് 40 സെക്കൻഡ് ഒന്നും വേണ്ട. പോട്ടെ, നന്നായിട്ട് പയ്യെ കറങ്ങിയാൽ അവിടെ ഒരു സമയമുണ്ട്. ഇടയിൽ വെച്ച് കളയാൻ നീണ്ട ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ടാ. അടിപൊളി. അപ്പൊ അശ്വിനിപ്പോ സ്വന്തമായിട്ട് കിട്ടിയിരിക്കുന്നു എത്ര രൂപ? 3000 രൂപ. അശ്വിന് 3000 രൂപ നമ്മൾ കൈയോടെ കൊടുക്കുന്നതായിരിക്കും. അതിനു മുമ്പ് സി കേരളം സൂപ്പർ ബമ്പറിൽ ഒരു കുട്ടി ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. ഗെയിംസ് എല്ലാം സൂപ്പറാണ്. അശ്വിൻ അതിലും സൂപ്പറാണ്. അശ്വിൻ ആ മത്സരം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും സ്പീഡിൽ തീർത്തു ആക്ച്വലി. അപ്പോൾ ഇനി ഒട്ടും വഹിക്കുന്നില്ല. ബാലൻസ് ഒരു 2000 കടമല്ലേ നമ്മൾ തമ്മിൽ? 1000 ഞാൻ തന്നിട്ടുള്ളൂ. ആ 2000 കൊടുത്തേക്കട്ടെ. കടം വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അശ്വിനുള്ള ബാലൻസ് 2000 രൂപ കൊടുക്കുന്ന ഒരു കൈയ്യടി. ഇനി അശ്വിന് 3000 കഴിഞ്ഞിട്ട് അടുത്ത 5000 എൻട്രി ആണ്. ഇപ്പൊ മൊത്തം 3000 രൂപ കിട്ടി.
5000 എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ 10000 മുഴുവനായും കിട്ടാനുള്ള എൻട്രി ഗെയിമാണ്. 5000 ജയിച്ചാലാണ് നമ്മൾ 10000ത്തിന്റെ റൗണ്ടിലേക്ക് കിടക്കുള്ളൂ. റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്ത ഗെയിം എടുത്താലോ? 5000ത്തിന്റെ റൗണ്ട് എടുത്തോ, ലോട്ട് എടുത്തോ. യെസ്, സൂപ്പർ ബമ്പറിൽ അശ്വിൻ 5000ത്തിന്റെ റൗണ്ടിലേക്ക് കിടക്കുകയാണ്. ഈ ഗെയിമിന്റെ പേര് അന്ന നടൻ എന്നാണ്. നമ്മൾ ഒരു ബേസ് തരും, അത് നമ്മൾ ഇവിടെ മുട്ടിൽ ബാലൻസ് ചെയ്ത് പിടിക്കണം. പിന്നെ നമ്മൾ നടക്കുമ്പോൾ അന്നനടയാണോ എന്ത് നടയാണോ നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാവും. അതിലൊരു ഗ്ലാസ് വെച്ച് തരും. ആ ഗ്ലാസ് അവിടെ കൊണ്ടുപോയി ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും, അതിലിടുക. വീണ്ടും ഗ്ലാസ് ഇവിടെ വന്ന് എടുക്കുക, കൊണ്ടുപോയി ഇടുക. ഇത് നിലത്ത് വീണ് പോവാതെ ബാലൻസ് ചെയ്യണം. ബാലൻസിങ് ഗെയിം ആണത്. റെഡി? പോവാം. ഓക്കെ, അപ്പോ അശ്വിൻ അടുത്ത റൗണ്ടിലേക്ക് കിടക്കുന്നു. ഗെയിമിന്റെ പേര് അന്ന നടൻ. അപ്പോൾ അശ്വിനുള്ള ബോർഡ് ഇതാണ്. ആ ബോർഡാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. അതിൽ 12 ഗ്ലാസ്സുകളുണ്ട്. അതിലൊരു 8 ഗ്ലാസ്സുകൾ നമുക്ക് അവിടെ എത്തണം. ഇത് ഗെയിം മുന്നോട്ട് പോകുന്നു. കാശ് കൂടുമ്പോൾ സമയം കുറയും, എണ്ണമൊക്കെ കൂടും. അതാണ് നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ 60 സെക്കൻഡ് സമയമാണ് നമ്മൾ ഇനി അശ്വിന് കൊടുക്കാൻ പോകുന്നത്. ഈ 60 സെക്കൻഡിനുള്ളിൽ 8 ഗ്ലാസ് അവിടെ എത്തിക്കണം. റെഡി? അങ്ങോട്ട് ബാലൻസ് ചെയ്ത് പോയാൽ അത് ഇങ്ങോട്ട് തിരിച്ച് ഓടിപ്പോകുന്നു, കാരണം 60 സെക്കൻഡല്ലേ ഉള്ളൂ. അപ്പോൾ തുടങ്ങാം. 1 2 3 സ്റ്റാർട്ട്. നന്നായിട്ട് കഴിച്ച് പ്രോത്സാഹിപ്പിച്ചേ. പോയോ? തിരിച്ചു പോരെ, അടുത്തടുത്ത് വെച്ചോ, കുഴപ്പമില്ല. ഇത് നമുക്ക് ഇവിടുന്ന് മാറ്റാലോ. പോരട്ടെ പോരട്ടെ. 60 സെക്കൻഡാണ്. 10 സെക്കൻഡ്. അത് പോടും. ഓ, തിരിച്ചു ഓടിപ്പോ. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡാക്കിക്കോളൂ, കുറച്ച് സ്പീഡിൽ പൊക്കോളൂ. നിങ്ങളൊന്ന് കൈയടിച്ചേ, ശരിക്കും കൈയടിച്ചേ. ഒരെണ്ണം എത്തിച്ചു. നമുക്കിനി 7 എണ്ണം എത്തിക്കണം. കഠിനമായ മത്സരമാണ്, ടൈറ്റായി. ഇപ്പോഴാണ് ഒന്ന് ഉഷാറായത്. നിങ്ങൾ കൈയടിച്ച് കൂടുതൽ ഉഷാറാക്കിക്കൊണ്ടേയിരിക്കുക. 2 എണ്ണം അവിടെ എത്തിച്ചു. അശ്വിൻ മിടുക്കനാണ്. അശ്വിൻ അടിപൊളി. ഇനി ഒരു 6 എണ്ണം കൂടി നമുക്ക് അവിടെ എത്തിക്കണം. പോരട്ടെ, മുന്നോട്ട് പോരട്ടെ. കിട്ടും. പോട്ടെ. 3 എണ്ണം അവിടെ എത്തിച്ചൂടെ? 3 എണ്ണം എത്തിച്ചു. മിടുക്ക. പോട്ടെ. അത് പോയി. ഓടിപ്പോരെ. അതെടുത്തു. പോരട്ടെ. മുന്നോട്ട് പോട്ടെ. നന്നായിട്ട് കഴിച്ചേ. അത് പോയി. അത് നോക്കണ്ട. അടുത്തെടുത്തോ. ഓക്കെ, അപ്പോ അശ്വിന്റെ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോ കഷ്ടം. നമുക്ക് കൗണ്ട് ഡൗൺ തുടങ്ങാനുള്ള സമയമായിരിക്കുകയാണ്. കൗണ്ട് ഡൗൺ തുടങ്ങാം. റെഡി? 10 9 8 7 6 5 4 3 2 1. 3000 രൂപയും പിന്നെ കുറെ സമ്മാനങ്ങളുമുണ്ട് അശ്വിന്റെ കയ്യിൽ. അതുകൊണ്ടൊട്ടും വിഷമിക്കേണ്ട. നല്ലൊരു കൈയടി കൊടുത്തേ. 3000 രൂപ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അശ്വിന് കിട്ടുന്നു ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. അതുപോലെ തന്നെ ക്വാൻലി നൽകുന്ന മറ്റൊരു അടിപൊളി സമ്മാനം. ഇതിലെല്ലാം ഉപരി ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാ ആഗ്രഹങ്ങളും പൂവണിയട്ടെ, ഉഷാറാവട്ടെ കാര്യങ്ങൾ, കേട്ടോ? അപ്പോ സൂപ്പർ ബമ്പറിൽ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത മത്സരാർത്ഥിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താനുള്ള സമയമായിരിക്കുകയാണ്. അത് ആരാണ് എന്നുള്ളത് ലോട്ടെടുക്കണം. എടുത്തോട്ടെ? റെഡി അല്ലേ? ഒരു കയ്യടി തന്നെ എനിക്ക്. അടുത്ത മത്സരാർത്ഥി സൂര്യ. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച്, കൈ നിറച്ച്, കൈയടിച്ച്, കപ്പടിച്ച്, ചിരി നിറച്ച്, കണ്ണിറച്ച്, പൊടി. അപ്പോ നമ്മുടെ രണ്ടാമത്തെ മത്സരാർത്ഥി സൂര്യയാണ്. സൂര്യനെ പോലെ ഉദിച്ചു ഉയരണം, കേട്ടോ? ചിരിച്ചാ പോരാ, ഒന്ന് പറ, ഞാൻ കേൾക്കട്ടെ. ഉദിച്ചുയരും. ഒരു നല്ല കൈയടി കൊടുത്തേ. ഇവിടെ എന്താ പഠിക്കുന്നത്? ഞാൻ ബികോം സെക്കൻഡ് ഇയർ പഠിക്കുന്നു. സെക്കൻഡ് ഇയർ പഠിക്കുന്നു. അടുത്ത വർഷം തേർഡ് ഇയർ ആവും. അത് കഴിയുമ്പോൾ ഇവിടുന്ന് പറഞ്ഞു വിടും. പറഞ്ഞു വിടില്ല, നമ്മളായിട്ട് പോവും. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ആദ്യത്തെ മത്സരം, സൂര്യയുടെ ആദ്യത്തെ മത്സരം ഏതാണെന്നുള്ള ലോട്ട് എടുക്കാം, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. റെഡി അല്ലേ? ഒരു നല്ല കൈയടി കൊടുത്തേ. സൂര്യ ഇവിടെ
റെഡി ആയിട്ട് നിൽക്കുകയാണ്. സൂര്യ എന്നുള്ള പേര് വെക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് സിംഗം സിനിമയാണ്. അപ്പോൾ പെൺ സിംഗമാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഗംഭീരമായിട്ട് മത്സരിക്കും എന്ന് നമുക്ക് തോന്നുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അത് ചോദിച്ചില്ല. വീട്ടിൽ അച്ഛനുണ്ട്, അമ്മ, ഒരു അനിയനുണ്ട്. അനിയൻ എന്ത് ചെയ്യുന്നു? അനിയൻ 9th പഠിക്കണു. പയ്യനാണ്, അപ്പൊ പേടിക്കണ്ട. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ കോയമ്പത്തൂരാണ്, ബീവറേജിൽ വർക്ക് ചെയ്യണു. എവിടെ? ബീവറേജിൽ വർക്ക് ചെയ്യണു. ഒന്നുകൂടി പറഞ്ഞേ. ബീവറേജിൽ വർക്ക് ചെയ്യണോ? അച്ചടക്കമുള്ള യുവജനതയെ കാണുന്ന ഒരാളാണ് അച്ഛല്ലേ. എന്ത് ക്യൂ ആണ് അവിടെ അല്ലെ, ഒരു ബഹളവും ഇല്ല, പ്രശ്നമില്ല. അപ്പൊ അച്ഛനൊരു കൈ കൊടുത്ത് ക്ഷമയൊക്കെ വേണം അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം എടുക്കാം. റെഡി? അപ്പോ ഇതിൽ നിന്ന് ആദ്യത്തെ ഗെയിം എടുത്തോളൂ. സൂര്യക്കുള്ള അടുത്ത ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത് എല്ലാവർക്കും ഹൊയ് വിട്ട് കളിക്കാവുന്ന ഒരു ഗെയിമാണ്. റെഡി അല്ലേ? തുടങ്ങാം. അതായത് നമ്മളൊരു ചെറിയ പല്ലക്ക് റെഡിയാക്കി തരും. ഒരു ഫ്രണ്ടും കൂടെ വേണ്ടി വരും. രണ്ടുപേരും ഷോൾഡറിൽ ഈ പല്ലക്ക് താങ്ങുക. എന്നിട്ട് കല്ലല്ല, പല്ലക്ക്. നമ്മളിങ്ങനെ പണ്ട് ഹൊയ് ഹൊയ് ഹൊയ്, അതുകൊണ്ടാണ് ഈ ഗെയിമിന് ആ പേര് വന്നത്. ഹൊയ് 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 ഹൊയ്. നിങ്ങൾ പോകുമ്പോൾ വേണമെങ്കിൽ രസത്തിന് പറഞ്ഞോ ഹൊയ് ഹൊയ് ഇത് പറഞ്ഞോ. എന്നിട്ട് അതിൽ ബോൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഗെയിം. റെഡി അല്ലേ? സൂര്യ റെഡിയാണ്, നമ്മൾ എല്ലാവരും റെഡിയാണ്. ഗെയിം തുടങ്ങുന്നു. ഹൊയ് ഹൊയ് ഹൊയ്. അപ്പോ ഹൊയ് 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 എന്ന ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ സൂര്യ ഉണ്ട്. സൂര്യയുടെ ഫ്രണ്ടിന്റെ പേര് ദിനു. ദിനുവും റെഡി ആയിട്ട്. ഇത് ബെസ്റ്റ് ഫ്രണ്ടിലുള്ള ഒരാളല്ലേ? അപ്പൊ ദിനു ഉണ്ട്. അപ്പൊ രണ്ടുപേരും കൂടി ആഞ്ഞു പിടിച്ച് മത്സരിച്ചോ. ഇതിൽ ഇഷ്ടംപോലെ ബോൾ ഉണ്ട്. അതിൽ 15 ബോൾ നമ്മൾ ആ ബാസ്ക്കറ്റിൽ എത്തിക്കണം. ഓക്കെ, 15 ബോൾ എത്തിക്കേണ്ടത് ഈ പല്ലക്കിൽ ഏറ്റിക്കൊണ്ട് വേണം പോവാനായിട്ട്. കൈകൊണ്ട് ഈ പല്ലക്കിൽ പിടിക്കരുത്. ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഈ പല്ലക്ക് ബാലൻസ് ചെയ്യണം. കേട്ടോ? റെഡി അല്ലേ? 120 സെക്കൻഡ് നിങ്ങളുടെ കയ്യിലുണ്ട്. സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കുറച്ചാന്ന് തോന്നും. പക്ഷെ 120 സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 മിനിറ്റായി. റെഡി അല്ലേ? അപ്പോൾ 15 ബോൾ. അപ്പോൾ ഇത് പല്ലക്കെടുത്ത് വെച്ച് റെഡി ആയി നിന്നേ. ആദ്യമായിട്ടാണോ പല്ലക്കൊക്കെ എടുക്കുന്നത്? ഇതൊക്കെ ഒരു ശീലമായിക്കോളൂ ഇനി. റെഡി? അപ്പോൾ നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ബോൾ എടുത്ത് വെക്കേണ്ടത് മെയിൻ കണ്ടസ്റ്റന്റ് ആണ്, സൂര്യയാണ്. റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പോരട്ടെ ഒന്ന് ഹൊയ് 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 ഹൊയ്. പോരെ അടുത്തെടുത്തോ. രണ്ടെണ്ണം. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കയറിക്കോ. ധൃതി കാണിക്കണ്ട കേട്ടോ. റെഡി? അത് വെച്ചിട്ട് പോ. 30 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. 30 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ, അത് കൃത്യം പുറത്തേക്ക് പോയി. സാരില്ല, ഒന്ന് ശ്രദ്ധിച്ച് കളിക്കും. നിങ്ങൾ ആദ്യത്തെ രണ്ടെണ്ണം സിമ്പിളായിട്ട് ഇഷ്ടമാണല്ലോ. സമയം ഞാൻ പറയും, പക്ഷെ അത് നിങ്ങൾ ടെൻഷൻ ആക്കാൻ വേണ്ടിയിട്ടല്ല. റെഡി? അത് തന്നെ. പോരട്ടെ. റെഡി? പോരട്ടെ. 3 എണ്ണം. അയ്യോ, അത് പുറത്തേക്ക് പോയോ? പയ്യട് അവിടെ നിന്നൊന്ന് നോക്കിയിട്ട് ഇട്ടാ മതി. ഓക്കെ. ഹോയ്. അടിപൊളി. 50 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. 3 എണ്ണമാണ് നമ്മൾ അവിടെ എത്തിച്ചിരിക്കുന്നത്. 3 എണ്ണം. മൊത്തം 15 ആയിരുന്നു നമ്പർ. ഇത് കുറച്ച് ടാസ്കായി മാറിയിരിക്കുകയാണ്. പോരട്ടെ. 4 എണ്ണം അവിടെ എത്തിയിട്ടുണ്ട്. അടുത്തത് 4 എണ്ണം അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ളവരൊക്കെ സഹായിക്കുന്നുണ്ട്. ബോളൊക്കെ ഇങ്ങോട്ട് ഇട്ട് വരുന്നുണ്ട്. 5ാമത്തെ 5 എണ്ണം. അടിപൊളി. വേമ്പ. 5 എണ്ണം അവിടെ എത്തിച്ചു. സൂപ്പർ. ഒന്ന് നന്നായിട്ട് കഴിച്ച് പ്രോത്സാഹിപ്പിച്ച്. 5 എണ്ണം അവരവിടെ എത്തിച്ചിട്ടുണ്ട്. 5 എണ്ണം നന്നായിട്ട് കഴിച്ചു. 6 വേമ്പ. 6 എണ്ണം അവിടെ എത്തിയിരിക്കുന്നു. പോരട്ടെ. 100 സെക്കൻഡ് കഴിഞ്ഞു. 100 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 6 എണ്ണമാണ് നമ്മൾ അവിടെ എത്തിയിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കൈയടിച്ച്. ഇപ്പൊ 7 എണ്ണം എത്തിച്ചു. 7 എണ്ണം. ഇനി 8 എണ്ണം എത്തിക്കണം. 7 എണ്ണമാണ് നമ്മൾ അവിടെ എത്തിച്ചിരിക്കുന്നത്. 7 എണ്ണം. 8ാമത്തെ അവിടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 8. ഓക്കെ, 8 എണ്ണമാണ്. ഇനി സത്യത്തിൽ 7 എണ്ണം ഇവർ അവിടെ എത്തിക്കണം. പക്ഷെ കൗണ്ട് ഡൗണിന് സമയമായി. നിങ്ങളെ ടെൻഷൻ വേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് മത്സരിച്ചോ. കൗണ്ട് ഡൗൺ തുടങ്ങുന്നു. 10, 9,
8, 7, 6, 5, 4, 3, 2, 1. 11 ബോളുകൾ ഇവർ രണ്ടുപേരും ചേർന്ന് അവിടെ എത്തിച്ചു. എന്തായാലും ക്യാഷ് പ്രൈസ് ഇല്ല. ഐ ആം ദ സോറി. നമുക്ക് പകരം വേറെ ഒരു സമ്മാനം കൊടുത്തിട്ട് ഇവർ രണ്ടുപേരെയും ഇവിടേക്ക് നിന്ന് യാത്രയാക്കാം. റെഡി അല്ലേ? ഒരു നല്ല കൈഡി കൊടുത്തേ. സൂര്യയും സൂര്യയുടെ ഫ്രണ്ട് ദിനുവും ഹൊയ് 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 ഗെയിമിൽ പുറത്തായിരിക്കുകയാണ്. സാരില്ല. ഇനി എന്തായാലും നല്ലൊരു സമ്മാനം നമുക്ക് ഇവർ കൊടുക്കാം. കാരവാൻ ഐസ്ക്രീം പാർലർ നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ്. എന്നാ പിടിച്ചോ, കൂട്ടുകാരത്തി കൂടി ചേർന്ന് പിടിച്ചോ. ഒരു നല്ല കൈഡി കൊടുത്തേ. അപ്പോ ഇന്നത്തെ സൂപ്പർ ബമ്പർ നമ്മളിവിടെ അയലൂരിന്റെ മണ്ണിൽ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ കോളേജിലെയും സ്കൂളിലെയും വിദ്യാർത്ഥികളും ഒപ്പം നാട്ടുകാരും ടീച്ചർമാരും എല്ലാവരും ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നമ്മൾ പൊളിച്ചടുക്കിയില്ലേ? ഒരു നല്ല കൈഡി കൂടി തന്നേ. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ നാളെ നിങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. 25,000 രൂപ വരെ സമ്മാനങ്ങളുമായിട്ട്, സൂപ്പർ ബമ്പറുമായിട്ട്. തൽക്കാലം ഇന്നത്തെ സി കേരളം സൂപ്പർ ബമ്പറിൽ നിന്നും മിഥുൻ പറയുന്നു ഗുഡ് ബൈ.